ഹലോ നമസ്കാരം. ആയുർവേദം ചാനലിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ചിയ സീഡ്സിനെ കുറിച്ചിട്ടാണ്. അപ്പൊ ചിയ സീഡ്സിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, ചിയ സീഡ്സ് ഉപയോഗിക്കാൻ പാടില്ലാത്തവരാരൊക്കെ, ചിയ സീഡ്സ് കഴിക്കേണ്ട രീതി എന്തൊക്കെയാണ്, എത്ര എമൗണ്ടിൽ നമുക്ക് കഴിക്കാം ദിവസവും, ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് ടോപ്പിക്കിലേക്ക് കടക്കാം. ചിയ സീഡ്സിനെ മലയാളത്തിൽ പറയുന്നത് കസ്കസ് എന്നാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും കുലുക്കി സർബത്തിലും അതേപോലെ തന്നെ മറ്റു ജ്യൂസുകളിലൊക്കെ ഈ ഒരു കസ്കസ് കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് കഴിച്ചു തിന്നാൻ നല്ല രസമാണ്, ചവച്ചരച്ച് തിന്നാൻ നല്ല രസമുള്ള ഒരു സംഭവമാണ് ഈ കസ്കസ്. പക്ഷെ ഇതിന് ഒട്ടനവധി പോഷക ഗുണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പൊ അതിനെ കുറിച്ചിട്ടാണ് ഇന്ന് നമ്മുടെ ടോപ്പിക്. ഇത് നമുക്ക് ഡെയിലി ബേസിസിൽ ഉപയോഗിക്കാം, പക്ഷെ ഒരു എമൗണ്ടിലും കൂടുതൽ നമ്മൾ ഉപയോഗിക്കാനും പാടില്ല. അതിന് ദോഷവശങ്ങളും ഉണ്ട്. അതൊക്കെ നമുക്ക് ഇന്ന് ഈ എപ്പിസോഡിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കും. അപ്പൊ നമ്മൾ കണ്ടിട്ടുണ്ടാവും, ചെറിയ ചെറിയ വിത്തിനങ്ങളാണ്. ഞാനിവിടെ ഫോട്ടോ കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് അത് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. ഇതിൽ ഒരുപാട് മിനറൽസ്, ആന്റി ഓക്സിഡൻസ്, omega-3 ഫാറ്റി ആസിഡ്, ഫൈബേഴ്സ്, വൈറ്റമിൻസ്, കാൽസ്യം, ഇതിന്റെ ഒരു കലവറ എന്ന് തന്നെ നമുക്ക് പറയാം ഈ ചിയ സീഡ്സ്. ഒരുപാട് നമ്മുടെ ശരീരത്തിന് വേണ്ട എല്ലാവിധ ന്യൂട്രിയൻസും ഈ ചിയ സീഡ്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണ് നമുക്ക് കിട്ടുന്നതെന്ന് ഫസ്റ്റ് പറയാം. ഇതിൽ ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ വാതരോഗികള്, ആമവാദം, രക്തവാദം, സന്ധിഗതവാദങ്ങൾ, അല്ലെങ്കിൽ ശരീരവേദന, നീർക്കെട്ട്, ഇതിലൊക്കെ നമുക്ക് ആ ഒരു നീര് പെട്ടെന്ന് തന്നെ കുറച്ചു കൊണ്ടുവരാനായിട്ട് ഈ ഒരു ചിയ സീഡ്സിന് ഒരുപാട് കഴിവുകളുണ്ട്. അതായത് പെട്ടെന്ന് കുറയ്ക്കാനായിട്ട് ഇതുകൊണ്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ കുടലിലെ പ്രവർത്തനം ത്വരിതപ്പെടുത്താനായിട്ട് സാധിക്കും. അതായത് നമ്മുടെ ഡൈജഷൻ ഒന്നും കൂടി ഇംപ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. കറക്റ്റ് ആയിട്ട് ഡൈജഷൻ നടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ, കോൺസ്റ്റിപ്പേഷൻ ഇഷ്യൂസുകൾ ഉണ്ട്, ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കാനായിട്ട് ഈ ഒരു ചിയ സീഡ്സിന് സാധിക്കും. പിന്നെ അതുപോലെ BP കുറയ്ക്കാനായിട്ട് നല്ലതാണ്, പ്രമേഹം കുറയ്ക്കാനായിട്ട് നല്ലതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അമിതവണ്ണം കുറയ്ക്കാനായിട്ട് നമുക്ക് ചിയ സീഡ്സ് ഒരുപാട് ബെനിഫിഷ്യൽ ആണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ചിയ സീഡ്സിൽ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വെള്ളം കുടിക്കുന്ന സമയത്ത്, അതായത് നമ്മൾ ഒരുപാട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള എല്ലാ ഭക്ഷണ സാധനങ്ങളും കഴിക്കുന്ന സമയത്ത് നമ്മൾ ആ നല്ല രീതിയിൽ വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ചിയ സീഡ്സ് കഴിച്ചു കഴിയുമ്പോൾ നമ്മൾ വെള്ളം കുടിക്കുമ്പോൾ ഈ ഒരു ചിയ സീഡ്സ് നല്ല രീതിയിൽ, ആ ഒരു സീഡ് നല്ല രീതിയിൽ വീർക്കും. അപ്പൊ അത് നമ്മുടെ വയറിൽ കിടന്നിട്ടാണ് വീർക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വിശപ്പ് അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു നമ്മൾ കഴിക്കുന്ന ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് കുറച്ചും കൂടി കുറച്ച് കഴിക്കാനായിട്ട് നമുക്ക് സാധിക്കും. അങ്ങനെ വെയിറ്റ് നമുക്ക് റെഡ്യൂസ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇത് അതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ അതുപോലെ നമുക്ക് പെരിസ്റ്റാൾട്ടിക് മൂവ്മെന്റ്സ് ഒക്കെ ഒന്നുകൂടി ഇംപ്രൂവ് ചെയ്യിക്കാനായിട്ട് ഈ ഒരു ചിയ സീഡ്സ് കൊണ്ട് സാധിക്കും. പിന്നെ അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബന്ധം ഒക്കെ കുറച്ചു കൊണ്ടുവരാം. മലബന്ധത്തിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സീഡാണ് ചിയ സീഡ്സ്. നിങ്ങൾക്ക് മലബന്ധം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാം ചിയ സീഡ്സ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഗ്ലൂട്ടനോടൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടാവും. പല രോഗാവസ്ഥകളിലും ഗ്ലൂട്ടൻ കഴിക്കരുത് എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഇത് കഴിക്കുന്നത് കൊണ്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. അത് അതിന്റെ ഒരു ബെനിഫിറ്റ് ആണ്. പിന്നെ ഇതിൽ ഒഴിവാക്കേണ്ട ആൾക്കാരുണ്ട്. ഒഴിവാക്കേണ്ടത് എന്ന് പറയുകയാണെങ്കിൽ, നമ്മൾ ക്യാൻസർ ഒക്കെ വന്നിട്ട് അതിന്റെ ട്രീറ്റ്മെന്റ് നടക്കുന്ന ആൾക്കാര്, അതുപോലെ ക്യാൻസർ ഒക്കെ വന്നതിന് ശേഷം അതിന്റെ ട്രീറ്റ്മെന്റിലൂടെ ഇപ്പൊ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് മരുന്നുകളൊക്കെ കഴിച്ചുകൊണ്ട് പോകുന്ന ആളുകൾ, അവരൊന്നും ഈ ഒരു ചിയ സീഡ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല കേട്ടോ. രണ്ടാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത്, നമുക്ക് നല്ല രീതിയിൽ ബ്ലഡ് ക്ലോട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ ബ്ലഡ് ക്ലോട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുള്ള ചില രോഗാവസ്ഥകളുണ്ട്. അത്തരം രോഗാവസ്ഥകളുള്ളവര് അവർ ചിലപ്പോൾ ബ്ലഡ് തിന്നിങ്ങിന് വേണ്ടിയിട്ടുള്ള ചില മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആസ്പിരിൻ പോലത്തെ മെഡിസിൻസ് ഒക്കെ കഴിക്കുന്ന ആൾക്കാരുണ്ടാവും. അപ്പോൾ അത്തരം ആളുകളും ഒരിക്കലും നമ്മൾ ഈ ഒരു ചിയ സീഡ്സ് ഉപയോഗിക്കാനായിട്ട് പാടില്ല. ഈ രണ്ട് കാറ്റഗറിയിലുള്ളവരാണ് ഇത് ഉപയോഗിക്കാൻ പാടില്ലാത്തത് കേട്ടോ. ഇനി ഇത് കഴിക്കേണ്ട രീതി, ഇത് പല രീതിയിൽ നമുക്ക് കഴിക്കാം. പക്ഷെ നമുക്കത് നമ്മൾ ഓരോ അസുഖത്തിന് നമ്മൾ കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്നും കൂടി ഞാനത് പറഞ്ഞു തരാം. അപ്പൊ ഫസ്റ്റ് നമുക്ക് പറയാനായിട്ടുള്ളത്, നമുക്കിത് നല്ല രീതിയിൽ ഒറ്റയ്ക്ക്, അതായത് റോ ആയിട്ട് നമുക്കിത് ചവച്ചരച്ച് കഴിക്കാം. അതും നമുക്ക് നല്ലൊരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു ഗുണമാണ്. ഉമിനീരിന്റെ കൂടെ ചവച്ചരച്ച് കഴിക്കുമ്പോൾ അതിന്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിൽ ആഗിരണം ചെയ്യപ്പെടും. രണ്ടാമത്തെ ഒന്ന്, നമുക്ക് ഭക്ഷണ സാധനങ്ങളിലൊക്കെ നമുക്ക് ഇത് ഇട്ട് കഴിക്കാം. അതായത് നമ്മൾ ഇപ്പോ ആട്ടുന്ന മാവിലോ അല്ലെങ്കിൽ നമ്മൾ കറികളിലൊക്കെ ഇപ്പൊ തോരനൊക്കെ വെക്കുകയാണെങ്കിൽ അതിൽ കുറച്ച് നമുക്ക് ഇത് ആഡ് ചെയ്തിട്ട്, ഇതിന്റെ ടേസ്റ്റ് പ്രത്യേകിച്ച് ടേസ്റ്റ് ഒന്നും അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ആഡ് ചെയ്താലും നമുക്ക് അതിന് ഒരു കറിക്ക് വ്യത്യാസമൊന്നും വരില്ല. അതുപോലെ തന്നെ നമ്മൾക്ക് ഷേക്ക്, സ്മൂത്തി, ഇതിലൊക്കെ നമുക്ക് ഇത് കുറച്ച് ആഡ് ചെയ്യാം. വളരെ നല്ല ഒരു റിസൾട്ട് നമുക്ക് ശരീരത്തിന് തരുന്നതാണ്. അതുകൊണ്ടാണ് ആഡ് ചെയ്യാനായിട്ട് പറയുന്നത്. അതുപോലെ കഞ്ഞിയിലൊക്കെ നമുക്കിത് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ കുലുക്കി സർബത്തിലൊക്കെ ഇത് കസ്കസ് സാധാരണ കാണാറുണ്ട്.
അതുകൊണ്ട് തന്നെ അവരതിൽ ഇടാറുണ്ട്. കുലുക്കി സർബത്തിലൊക്കെ ഇത് അത്യാവശ്യം ഇടുന്നതായിട്ട് കാണാറുണ്ട്. ഇനി ഇത് എപ്പോ കഴിക്കണം, എങ്ങനെ കഴിക്കണം എന്നുള്ളത് നമുക്ക് പറഞ്ഞുതരാം. ഇത് വെയിറ്റ് കുറയ്ക്കാനായിട്ടാണ് നിങ്ങൾക്ക് ആഗ്രഹം. ഈ സംഭവം കഴിച്ചിട്ട് വെയിറ്റ് കുറയ്ക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ടത് വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ്. അതിരാവിലെ അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ അതിരാവിലെയും രാത്രിയും വെറും വയറ്റിൽ കഴിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട രീതി എന്ന് വെച്ചാൽ 1 ടേബിൾ സ്പൂൺ ചിയാ സീഡ്സ് 1 ഗ്ലാസ് വെള്ളത്തിൽ നല്ല രീതിയിൽ കുതിർക്കാനായിട്ട് വെക്കുക. കുതിർത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ചെറുനാരങ്ങ നീര് 1/4 ടീസ്പൂണ്, അതുപോലെ 1 ടീസ്പൂണ് ഹണി, ഇത് കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇത് കുടിക്കാവുന്നതാണ്. ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ വെയിറ്റ് ലോസ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ചെയ്യാനായിട്ട് ചിലർ വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ഡയറ്റ് പ്ലാൻ ഒക്കെ ചെയ്യുന്നവർക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റും. രാവിലെ വെറും വയറ്റിൽ ഇത് സേവിക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടാനും ഒക്കെ സാധിക്കുന്നതാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ BP ഉള്ളവര്, അതായത് പ്രമേഹമുള്ളവര്, BP ഉള്ളവര്, ഇവരെങ്ങനെയാണ് ഇത് കഴിക്കേണ്ടതെന്ന് വിചാരിച്ചു കഴിഞ്ഞാല് നമ്മൾ തലേ ദിവസം തന്നെ ചിയാ സീഡ്സ് എന്ത് ചെയ്യാനായിട്ട് വെക്കാം, മുളപ്പിക്കാനായിട്ട് വെക്കുക. അതായത് നമ്മൾ ചെറുതായിട്ട് വെള്ളം അതിന്റെ മേത്ത് തൂവി കുറച്ചു നേരം അത് അടച്ചു വെക്കുക. എന്നിട്ട് പിറ്റേ ദിവസം നോക്കുമ്പോൾ നമുക്ക് അതിന് സ്പ്രോട്ടഡ് ആയിട്ടുള്ള, അതായത് എന്താ പറയാ, ഇങ്ങനെ അതിൽ നിന്ന് നമുക്ക് മുള പൊട്ടിയിട്ടുണ്ടാവും. മുള പൊട്ടാന്നാണ് മലയാളത്തിൽ പറയുന്നത്. അങ്ങനെ മുള പൊട്ടി വന്നിട്ടുണ്ടാവും. അപ്പൊ അതിലേക്ക് നമ്മൾ ആ ഒരു സംഭവം നമുക്ക് കഴിക്കാം എന്ന്, അത് തോരനിലിടാം. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചവച്ചരിച്ച് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൽ ആഡ് ചെയ്ത് കഴിക്കാം. മനസ്സിലായോ? അങ്ങനെ പല രീതിയിൽ നമുക്കത് കഴിക്കാവുന്നതാണ്. ഇത് നമുക്ക് BP പ്രമേഹമുള്ളവർക്കൊക്കെ ബെറ്റർ, കുറച്ചും കൂടി റിസൾട്ട് കിട്ടാൻ. കാരണം നമുക്കറിയാം എല്ലാ സംഭവങ്ങളും കുറച്ച് സ്പ്രോട്ടഡ് ആവുമ്പോൾ, അതായത് നമ്മൾ ഗ്രീൻ പീസ് സ്പ്രോട്ടഡ് ആയിട്ട് മുളച്ച് പൊട്ടിച്ചിട്ടുള്ള സ്പ്രോട്ടഡ് ഫോമിൽ നമ്മൾ കഴിക്കാറുണ്ട്. എല്ലാ പയറുവർഗ്ഗങ്ങളും നമുക്ക് സ്പ്രോട്ടഡ് ആയിട്ട് കഴിക്കാം. ചെറിയ ചെറിയ വിത്തിനങ്ങൾ നമുക്ക് സ്പ്രോട്ടഡ് ആയിട്ട് കഴിക്കാം. അപ്പൊ സ്പ്രോട്ടഡ് ആയിട്ട്, അതായത് ഈ മുള പൊട്ടി കഴിക്കുന്നതിന് സാധാരണ കഴിക്കുന്നതിനേക്കാളും ഒരു ഡബിൾ റിസൾട്ട് നമുക്ക് കിട്ടുന്നതായിട്ട് കാണാറുണ്ട്. അതുകൊണ്ടാണ് BPയും പ്രമേഹമുള്ളവരും അങ്ങനെ കഴിക്കണം എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പ്രമേഹ രോഗികൾക്ക് ഇത് കഴിക്കാനായിട്ട് സാധിക്കുന്നത് ഇതിൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് വളരെ കുറവാണ്. അതുകൊണ്ട് ഇത് കഴിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വരാനില്ല എന്നുള്ളതാണ് കേട്ടോ. ഇനി ഞാൻ ലാസ്റ്റ് പറയാൻ പോകുന്നത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ക്കാണ്. അപ്പൊ ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടത് അവക്കാഡോ ആണ് കേട്ടോ. അപ്പൊ അവക്കാഡോ എടുക്കുക, അത് നല്ല രീതിയിൽ നമുക്ക് അതിന്റെ പൾപ്പ് എടുത്തതിന് ശേഷം അതിലേക്ക് നിങ്ങൾക്ക് പാല് ആഡ് ചെയ്യാം. പാല് നല്ല രീതിയിൽ ആഡ് ചെയ്യാം. പിന്നെ പഞ്ചസാര ആഡ് ചെയ്യേണ്ട. ഇത് നല്ല രീതിയിൽ ഷുഗർ ഉള്ളവർ ഉപയോഗിക്കേണ്ട. പക്ഷെ തുടക്കക്കാർക്കാണെങ്കിൽ അത്ര വലിയ പ്രശ്നമൊന്നുമില്ല. ഒരു ഡേറ്റ്സ് ഒക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ അടിച്ചെടുക്കുക. ഒരു ഡേറ്റ്സ്, പഞ്ചസാര ആഡ് ചെയ്യരുത്, കാരണം ഇതൊരു ഹെൽത്തി ഡ്രിങ്ക് ആയതുകൊണ്ട് പഞ്ചസാര ആഡ് ചെയ്യേണ്ട. അപ്പൊ അതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നല്ല രീതിയിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു ടീസ്പൂൺ ചിയാ സീഡ്സ് ആഡ് ചെയ്തിട്ട് ഈ സ്മൂത്തി നമുക്ക് ഡെയിലി കഴിക്കാവുന്നതാണ്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്മൂത്തിയാണ്, ഷെയ്ക്കാണ്. സ്മൂത്തി ആക്കാനും ഇത് പറ്റും കേട്ടോ. സ്മൂത്തി ആക്കാനും കഴിയും, ഷെയ്ക്ക് ആയിട്ട് യൂസ് ചെയ്യാനും കഴിയും കേട്ടോ. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ, വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്ന ആളുകൾക്കൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യുന്നത് പാല് കുറച്ചും കൂടി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾക്ക് പാല് അവോയ്ഡ് ചെയ്ത് വേറെ എന്തെങ്കിലും മിൽക്ക്, ലോ ഫാറ്റ് മിൽക്കൊക്കെ നിങ്ങൾക്ക് ചേർത്ത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അപ്പോ നിങ്ങൾക്ക് ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നാളെ നമുക്ക് പുതിയൊരു നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് വരാം. അതുവരേക്കും സ്റ്റേ ഹാപ്പി ആൻഡ് സ്റ്റേ ഹെൽത്തി. താങ്ക് യു. ബൈ.